السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, നമ്മുടെ ക്ലാസ് ഇഹിയൻ്റെ 98-ാമത്തെ പേജിലേക്കാണ് പ്രവേശിക്കുന്നത്. നമ്മൾ അദബുൽ കസ്ബി വൽ മആശ് പറഞ്ഞു വെച്ചു. തൊഴിലെടുക്കുന്ന, ജീവനോപാധികൾ കണ്ടെത്തി ജീവിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ ഹലാൽ ഹറാമിൻ്റെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇഹിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഹലാൽ ഹറാമിൻ്റെ ഭാഗം. നമുക്കറിയാം, മൊത്തത്തിൽ ഹറാമായ കാര്യങ്ങൾ വ്യാപിച്ചു നിൽക്കുന്ന കാലത്ത് ഇതൊക്കെ വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡങ്ങളും ഓരോന്നിനോടും നമ്മുടെ സമീപന രീതിയും ഒക്കെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പാഠഭാഗങ്ങളാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അൽബാബുർ റാബി അഷർ, 14-ാമത്തെ അധ്യായം, ഫിൽ ഹലാലി വൽ ഹറാം, ഹറാമിനെക്കുറിച്ചും ഹലാലിനെക്കുറിച്ചുമാണ്. ഇഹിയയിൽ പൊതുവെ പാഠഭാഗങ്ങളൊക്കെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഹദീസുകളും ആയത്തുകളും ഒക്കെ വെച്ചുകൊണ്ടുള്ള വിഷയങ്ങൾ പറച്ചിലായിരിക്കും. അതേപോലെ തന്നെയാണ് ഇതും തുടങ്ങാൻ പോകുന്നത്. റുബിയ അനിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്നു, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തലബുൽ ഹലാലി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, ഹലാലിനെ അന്വേഷിക്കുക, ഹലാലിനെ കണ്ടെത്തുക എന്നത് ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമാകുന്നു. ഹലാൽ കണ്ടെത്തൽ ഓരോരുത്തർക്കും നിർബന്ധമാണ്. ഹലാൽ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, നമ്മളെ പണി വെക്കുക എന്നതല്ല. ഹലാൽ എന്ന നിലക്ക് തന്നെ ഹലാലിനെ അന്വേഷിക്കണം, കണ്ടെത്തണം, ഹലാലായ സമ്പത്തിനെ ഉണ്ടാക്കണം. തലബുൽ ഹലാലി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. എന്നാൽ ചില ആളുകളുണ്ടാവും, എങ്ങനെ അറിയോ, ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കണം. ചില ആളുകൾ ഇങ്ങനെയാണ് വരിക, ഒക്കെ ഹറാം തന്നെയാണ്, എവിടെ ഇവിടെ ഹലാലുള്ളത്, ഏതാ ഇവിടെ ഹലാൽ കിട്ടുക, ഒക്കെ ഹറാം തന്നെയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അവനാൻ ചെയ്യുന്ന, അവനാൻ സമ്പാദിക്കുന്ന എല്ലാ തോന്നിയാസങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. അപ്പം എടാ ചെയ്യാൻ ഹറാമല്ലടാ, അങ്ങനെ സമ്പാദിക്കാൻ പറ്റുമോ, ഇങ്ങനെ സമ്പാദിക്കാൻ പറ്റുമോ, അത് തെറ്റാവില്ല എന്ന് ചോദിച്ചാൽ എന്ത് തെറ്റ്, ഹറാമല്ലാതെ ഇവിടുന്നപ്പോൾ കിട്ടണോ, ഒക്കെ ഹറാമെന്നല്ലേ ഭൂമിയിൽ ഫുള്ള്, നീ അമ്മക്കായിട്ട് ഇവിടുന്ന് ഹറാമല്ലാത്ത കിട്ടുക എന്നാ ചോദിച്ചാൽ. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. വഖദ് റക്കന മനിസ്തവല അലൈഹിൽ കസൽ, മടി അധികാരം ചെലുത്തിയ ഒരാൾ അഭയമായി കൂടും, അവൻ ചായും. മടി, അതായത് വെറും മടി മാത്രം, അവൻ്റെ തലയെ ഭരിക്കുന്നത് മടിയാണ്. മടിച്ചിലറിയില്ല നമ്മൾ, മടിയനാകുക, അതാ കസിൽ. മടി തലയിൽ അധികാരം നടത്തിയ ഒരാൾ ആകർഷിക്കും എന്തിലേക്ക്, ഇലാ അന്നഹു ലം യബ്ഖൽ ഹലാലു, ഹലാൽ ബാക്കിയില്ല എന്ന ആശയത്തിലേക്ക്. ഇങ്ങോട്ട് ഫസ്തർ സലഫ് കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളിലും അവൻ അങ്ങനെ മുന്നോട്ട് പോകും. അവൻ തുറന്നങ്ങനെ പോകും, എല്ലാ തോന്നിയാസം തെറ്റു ചെയ്യുക. കാരണം എന്താ, ഏതാ ഇവിടെ ഹലാലൂടെയുള്ള, ഒക്കെ ഹറാമന്നല്ലേ അറിയാം. ഇതൊക്കെ ഒരു തരം ശൈത്താനിയത്താണ്. ഹലാൽ കണ്ടെത്താനോ മറ്റൊന്നും കഴിയില്ല. ഓന് കിട്ടണമൊക്കെ ഉപയോഗിക്കണം, തോന്നിയമാതിരി പിന്നെ താൻ തോന്നിയായിട്ട് ജീവിക്കണം. അപ്പോൾ അതിന് പറഞ്ഞ ന്യായങ്ങളാണ് ഒക്കെ. അത്തരം ന്യായം പറയുന്ന ആൾക്കാരുണ്ടാവും. വദാലിക ജഹ്ലുൻ, അത് പമ്പര വിഡ്ഢിത്തമാണ്. ഭൂമിയിലൂടെ ഹലാൽ ബാക്കിയൊക്കെ ഹറാമന്നല്ലേ, ഇത് പമ്പര വിഡ്ഢിത്തമാണ്. കാരണം ഫഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഹലാലു ബയ്യനുൻ വൽ ഹറാമു ബയ്യനുൻ വബൈനഹുമാ ഉമൂറുൻ മുതശാബിഹാത്ത്, ഹലാൽ വളരെ വ്യക്തമാണ്, ഹറാമും വളരെ വ്യക്തമാണ്. അതിൻ്റെ ഇടയിൽ കുറേ മുസ്തബിഹായ കാര്യങ്ങളുണ്ട്, തിരിച്ചറിയാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നോക്കൂ, നബി തങ്ങൾ എങ്ങനെയാണ് പറഞ്ഞത് എന്ന്. ഭൂമിയും ഫുള്ള് ഹറാമാണെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഹലാൽ ഏതാണെന്ന് ആർക്കും വ്യക്തമാണ്, ഹറാം ഏതാ അതും ആർക്കും വ്യക്തമാണ്. എന്നാൽ കുറേ കാര്യങ്ങളുണ്ടാവും, ഹറാമാണോ ഹലാലാണോ തീർച്ചപ്പെടുത്താൻ സാധിക്കാത്തത്, അതുണ്ടാവും. അതും മുത്തശാബിഹായ കാര്യങ്ങളെന്ന് പറയും. ഇതാണ് നബി നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഹറാമിന് ഹറാം, ഭൂമിയിലിപ്പോൾ ഹറാമേ ഉള്ളൂ, ഹലാലിന് ഉണ്ടാവില്ല എന്ന സിദ്ധാന്തം ഒരിക്കലും ശരിയായ സിദ്ധാന്തമല്ല. ഇനി പറയുന്നത് ഹലാലിൻ്റെ ഫളീലത്താണ്. ഫളീലത്തുൽ ഹലാൽ, ഹലാൽ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ശ്രേഷ്ഠത. ഖാല അല്ലാഹു തആല, യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാത്തി വഅമലൂ സാലിഹാ. അല്ലാഹു പറഞ്ഞു, മുർസലീങ്ങളോട് അല്ലാഹു തആല പറയാം, അംബിയാ മുർസലീങ്ങളോട്, മുർസലീങ്ങളെ
നിങ്ങൾ ത്വയ്യിബാത്തിൽ നിന്ന് ഭക്ഷിക്കണം, എന്നിട്ട് സ്വാലിഹായ അമൽ ചെയ്യണം. മുർസലീങ്ങളായിട്ട് പോലും അള്ളാഹുത്തല കഥ പറയാനുള്ളത് തിന്നുന്നത് ത്വയ്യിബാകണം കേട്ടോ. ഹലാലാവുക ത്വയ്യിബാവുക എന്ന രണ്ട് സംഗതി ഉണ്ട്. അതാണ് ഈ ഹലാലൻ ത്വയ്യിബൻ. അതിൻ്റെ ഹലാലാവാൻ ഇപ്പോൾ നമുക്ക് കുറേ നിയമങ്ങളൊക്കെ ചിലപ്പോൾ ഹലാലാവും. പക്ഷെ ത്വയ്യിബായിട്ടാവണമെങ്കിൽ ഒരാളെ സമ്പത്ത് നമ്മുടേത് നമുക്ക് ത്വയ്യിബായിരിക്കും, നമ്മൾ സമ്പാദിച്ചത് ഹലാലായ രീതിയിലാണെങ്കിൽ. മറ്റൊരാളുടേതാണെങ്കിൽ അയാൾ മനസ്സംതൃപ്തിയോടുകൂടി, മനസ്സറിഞ്ഞ സംതൃപ്തിയോടുകൂടി കിട്ടുന്ന സാധനമാവണം. അപ്പോഴാണ് ഈ ത്വയ്യിബ് എന്ന് പറയൽ. ഹലാലാകാൻ മസല പറഞ്ഞൊപ്പിച്ചാൽ മതിയാവും. പക്ഷേ മസലയൊക്കെ നേർക്കുകയാണെങ്കിലും ചിലപ്പോൾ അയാൾക്ക് വേറൊരാൾക്ക് ഇതുകൊണ്ട് താല്പര്യമില്ലെങ്കിൽ, അയാളെ മനസ്സ് പൂർണ്ണമായിട്ടും സമ്മതമല്ലെങ്കിൽ അയാൾക്കൊരു പക്ഷേ സമ്മതം ഉണ്ടാവില്ല. അതുവഴി അത് ത്വയ്യിബല്ലാതായി മാറും. പ്രത്യക്ഷ നിയമം അനുസരിച്ചുകൊണ്ട്, ലാഹിർ ഫിഖ് അനുസരിച്ചുകൊണ്ട് ഹലാൽ എന്ന് പറയുന്ന സാധനവും ആത്മീയമായിട്ട് ആന്തരികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, തെറ്റായിട്ട് വരാം. അതാണ് മുർസലീങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, എന്ത് ത്വയ്യിബാത്തിനെ ഭക്ഷിക്കണം, സ്വാലിഹായ അമൽ ചെയ്യണം. നബി തങ്ങൾ പറഞ്ഞു, മൻ അക്കലൽ ഹലാല 40 യൗമൻ, 40 ദിവസം ഒരാൾ ഹലാൽ ഭക്ഷിച്ചാൽ നബ്ബറല്ലാഹു ഖൽബഹു, അവൻ്റെ ഖൽബിനെ അള്ളാഹു പ്രകാശിപ്പിക്കും. വ അജ്റ യനാബിയൽ ഹിക്മത്തി മിൻ ഖൽബിഹി അലാ ലിസാനിഹി, അവൻ്റെ ഖൽബിൽ നിന്ന് നാവിലൂടെ ഹിക്മത്തിൻ്റെ ഉറവുകളെ അള്ളാഹു തആല നടത്തിക്കൊണ്ടേയിരിക്കും. അവൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വലിയ വലിയ ഹിക്മത്തിൻ്റെ വർത്തമാനങ്ങൾ, തത്വജ്ഞാനങ്ങളായിരിക്കും നാവിൽ നിന്ന് ഇങ്ങനെ വരിക. 40 ദിവസം ഹലാൽ മാത്രം തിന്നാൽ മതിയെന്ന്. 40 ദിവസം ഹലാൽ മാത്രം തിന്ന ഒരാളെ മുഖത്തിന് അള്ളാഹു തആല പ്രത്യേകമായ ഈമാനിക കാന്തി വർദ്ധിപ്പിച്ചു കൊടുക്കും. ഹദീസിൻ്റെ ആശയം നോക്കണം. വേറെ റിവായത്ത് പറഞ്ഞത് സഹദഹു അല്ലാഹു ഫി ദുനിയ, ദുനിയാവിൽ അവനെ പ്രപഞ്ചത്യാഗിയാക്കി മാറ്റും എന്നാണ്. അള്ളാഹു തആല അവനെ എന്ത് ചെയ്യും, ദുനിയാവിൽ സുഹുദുള്ള ആളാക്കി മാറ്റും. ഹലാൽ മാത്രം 40 ദിവസം തിന്നാൽ എങ്ങനെയാണൊക്കെ കഴിയാനാവും. നമ്മളതിനിടെ എത്ര ഹറാമും ശുഭത്തും തിന്നുന്നറിയോ. ഹലാൽ മാത്രം അങ്ങനെ ഭക്ഷിക്കാൻ സാധിക്കണം. ഉർവിയ റിവായത്ത് ചെയ്യപ്പെടുന്നു അന്ന സഅദ് റളിയല്ലാഹു അൻഹു സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അൻ യസ്അലല്ലാഹു തആല, അള്ളാഹിനോട് ചോദിക്കാൻ, അൻ യജ്അലഹു മുസ്തജാബ ദഅവ, തന്നെ മുസ്തജാബു ദഅവയാക്കാൻ. മുസ്തജാബു ദഅവ എന്ന് പറഞ്ഞാൽ ദുആക്ക് ഇജാബത്തുള്ള ആൾ. ദ്വാരണ അപ്പം അള്ളാഹു ഉത്തരം കൊടുക്കും. അങ്ങനത്തെ ആളുകൾക്ക് മുസ്തജാബു ദഅവ എന്ന് പറയും. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറയണം, എന്താ നബിയെ, ഇന്ന മുസ്തജാബു ദഅവയാക്കാങ്ങളെന്ന് പഠിച്ചവനോട് പറയണം. മനസ്സിലായോ? സഅദ് റളിയല്ലാഹു അൻഹുവിനെ മുസ്തജാബു ദഅവയാക്കാൻ, ചോദിച്ചാൽ അപ്പം ഉത്തരം കിട്ടുന്ന കോലത്തിലാക്കാൻ ഒന്ന് നിങ്ങൾ പറയണം, അള്ളാഹിനോട് നിങ്ങളൊന്ന് പറയണം. നബി തങ്ങളോട് ശുപാർശ ചെയ്യാൻ വേണ്ടി വന്നത്, റെക്കമെൻഡേഷന് വേണ്ടി വന്നതാണ്. പഠിച്ചവൻ്റെ അടുത്തേക്കുള്ള റെക്കമെൻഡേഷൻ. പഠിച്ചവൻ്റെ അടുത്തേക്ക് അടയാളന്മാർ തരരുത്, റെക്കമെൻഡേഷൻ ഉണ്ടായത് നോക്കിയാണ് പലരും പറയല്. ഇങ്ങനെയൊക്കെ റെക്കമെൻഡേഷനുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആ സമയത്ത് ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞാൽ എന്താ അറിയോ, ഒരാൾക്ക് മുസ്തജാബു ദഅവ ആകണമെന്നുണ്ടെങ്കിൽ, ദ്വാരന്ന അപ്പുത്തരം കിട്ടുന്ന ആളാണെങ്കിൽ, അത്യിബു ത്വഅമതക തുസ്തജബു ദഅവതുക എന്ന് പറഞ്ഞു. നീ നിൻ്റെ ഭക്ഷണത്തെ ത്വയ്യിബാക്കുക, എന്നാൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടപ്പെടും. അള്ളാഹുവിനെ വിളിച്ചാൽ അവൻ ഉത്തരം ചെയ്യണമെങ്കിലും വേണ്ട അനിവാര്യമായ കാര്യമാണ് ഹലാൽ ഭക്ഷിക്കുക എന്ന് പറയുന്നത്. ഹറാം ഭക്ഷിച്ചുണ്ടാകുന്ന മജ്ജയും മാംസവും വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആനിക്ക് ഇജാബത്ത് കിട്ടാനുള്ള സാധ്യത കുറയും. അത്യിബു ത്വഅമതക തുസ്തജബു ദഅവതുക, നിൻ്റെ ഭക്ഷണത്തെ നീ നന്നാക്കുക, എന്നാൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടും. അപ്പോൾ തിന്നുന്നത് സമ്പൂർണ്ണ ഹലാലാവുക, മറ്റൊരുത്തൻ്റെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി ഉള്ളതാവുക എന്നതൊക്കെ വളരെ വളരെ പ്രധാനമാണ്. വഫി ഹദീസ് ഇബ്നു അബ്ബാസിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിലുണ്ട്, ഇന്ന ലില്ലാഹി മലക്കൻ അലാ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ മുകളിൽ അള്ളാഹുക്കൊരു മലക്കുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൻ്റെ മുകളിൽ ഉത്തരക്കുന്ന ഒരു മലക്ക്. ആ മലക്ക് ഇങ്ങനെ വിളിച്ചു പറയൽ എന്താ പറയുക, യുനാദി കുലലത്തിന്, എല്ലാ രാത്രിയും ആ മലക്ക് വിളിച്ചു പറയും, മൻ അക്കല ഹറാമൻ ലം യുഖ്ബൽ മിൻഹു സർഫൻ വലാ അദ്ലുൻ എന്നിങ്ങനെ വിളിച്ചു പറയും. ആരെങ്കിലും ഹറാമത്ത് നിന്നുണ്ടെങ്കിൽ, ഹറാമ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ലം യുഖ്ബൽ മിൻഹു, അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. സർഫിന് ഒരു സുന്നത്തായ കാര്യങ്ങളും വലാ അദ്ലുൻ നിർബന്ധമായ കാര്യങ്ങളും, ഫർളോ സുന്നത്തോ ആയ ഒരു കാര്യവും അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്. ഫഖീന പറയപ്പെടുന്നു, അസ്സറഫു അന്നാഫിലത്തു അൽ അദ്ലു അൽ ഫരീദത്തു. സർഫ് എന്ന് പറഞ്ഞാൽ സുന്നത്താണ്, അദിൽ എന്ന് പറഞ്ഞാൽ ഫർദാണ്. ഇനി നേരെ തിരിച്ചുണ്ടത്, അദിൽ എന്ന് പറഞ്ഞാൽ സുന്നത്തും സർഫ് എന്ന് പറഞ്ഞാൽ ഫർദും, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. എന്നാലാവട്ടെ, അപ്പോൾ ഇങ്ങനെ ഒരു സുന്നത്തോ ഫർദോ ആയ കാര്യങ്ങൾ പോലും ഹറാമത്തിൽ നിന്നവർക്ക് സ്വീകരിക്കരുത് പടച്ചോനെ
എന്ന് പറഞ്ഞുകൊണ്ടൊരു മലക്ക് സദാസമയവും ബൈത്തുൽ മുഖദ്ദസിൻ്റെ മുകളിൽ നിന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നു. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അതുപോലെ പറഞ്ഞു, മനിഷ്തറ സൗബൻ ബി അശറതി ദറാഹിം, 10 ദിർഹം കൊടുത്തുകൊണ്ട് ഒരാളൊരു വസ്ത്രം വാങ്ങിയാൽ, വഫീ സമരിഹി ദിർഹമു ഹലാലി ദിർഹമു ഹറാമിൻ, ആ 10ൻ്റെ കൂട്ടത്ത് ഒരു ഹറാമായ ദിർഹമുണ്ട്. 10 ദിർഹം കൊടുത്ത് ഒരു സാധനം വാങ്ങാൻ ഒരു 10 ദിർഹം എന്താണ് ഹറാമാണ്, അല്ല ഒരു ദിർഹം ഹറാമാണ്. അങ്ങനെയാണെങ്കിൽ ലം യഖ്ബലില്ലാഹു സ്വലാത്തഹു മാദാമ അലൈഹി, ആ വസ്ത്രം അവൻ്റെ മേത്തുള്ള കാലത്തോളം അല്ലാഹു തആല നിസ്കാരം സ്വീകരിക്കൂല. വലിയ ഗൗരവമുള്ള സംഗതിയാണ്. ഇതൊക്കെ ആലോചിക്കണം. നമ്മൾ വാങ്ങുന്ന ഒരു വസ്ത്രം, നമ്മൾ നിസ്കരിക്കുമ്പോൾ ധരിക്കുന്നൊരു വസ്ത്രം, ഇതൊക്കെ നമ്മൾ ഹലാലായ പൈസ അനുസരിച്ച് കുറച്ച് ഹറാമ് കൂടിയിട്ടുണ്ട് നോക്കുക എങ്കിൽ പോലും, കുറച്ച് ഹറാമ് കൂടിയതാണെങ്കിൽ പോലും അത് തൻ്റെ ആ വസ്ത്രം അവൻ ധരിക്കുന്ന കാലത്തോളം അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല എന്ന് പറയണം. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി, ഹറാമിനാൽ മുളച്ചുണ്ടായ ഏതൊരു മാംസവും അത് നരകത്തോട് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. ഹറാമ് കഴിച്ച് ഹറാമ് കൊണ്ടാണ് അവൻ്റെ മജ്ജയും മാംസവും രക്തവും അവൻ്റെ ആരോഗ്യവും എല്ലാം ഉണ്ടായത് എങ്കിൽ അത് ഏറ്റവും ബന്ധപ്പെട്ടത് നരകമാണ്, അത് സ്വർഗമല്ല അതിൻ്റെ അവകാശി എന്ന്. അതുപോലെ വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മല്ലം യുബാലി ബിൻ ഐനക്തസബൽ മാൽ, ഒരാൾക്ക് മുതൽ എവിടുന്ന് സമ്പാദിക്കുന്നു എന്നത് പ്രശ്നമല്ലെങ്കിൽ എവിടുന്ന് എങ്ങനെ മുതലുണ്ടാക്കും അതൊന്നും ഒരു പ്രശ്നമല്ല. വലിയ അഭിമാനമായി പറയും ചെയ്യും, ഞാൻ പൈസ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ നോക്കണ്ട, നമുക്ക് പൈസ ഉണ്ടാക്കാൻ അറിയും, ഇങ്ങനെയൊക്കെ നമ്മൾ ആൾക്കാർ പറയല്. ഇങ്ങനെ പൈസ എവിടുന്ന് ഉണ്ടാക്കുന്ന ഒരു മൈൻഡ് ചെയ്യാത്ത ആളാണെങ്കിൽ ലം യുബാലില്ലാഹു തആല അമ്മിൻ പ്രശ്നാക്കൂല മിൻ ഐന അദ്ഖലഹുന്നാർ, നരകത്തിലെവിടെയാണ് അവനെ പ്രവേശിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ. കാരണം എവിടുന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ്, പൈസ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ തിയറി എങ്കിൽ നരകത്തിൽ എവിടെയും കടത്താൻ തന്നെ അത് പടച്ചോൻ്റെ തീരുമാനമാണ്, അതിലാർക്കും ഇടപെടാനൊന്നും കഴിയില്ല. അള്ളാഹു വിഷയാക്കണേ അല്ല. അതാണ് മല്ലം യുബാലി മിൻ ഐന അക്തസബൽ മാല ലം യുബാലില്ലാഹു തആല മിൻ ഐന അദ്ഖലഹുൽ ജന്ന മിൻ അദ്ഖലഹുൻ നാർ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഇബാദത്തു അശ്റത്തു വജസായി, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ 10 ഭാഗങ്ങളാണ്. അതിൽ 9 കിടക്കുന്നത് ഫീ തലബിൽ ഹലാൽ, ഹലാൽ തേടുന്നതിലാണ്. ഇബാദത്ത് 10ഓളം ഭാഗങ്ങളുണ്ട്, അതിൽ 9 ഭാഗവും കിടക്കുന്നത് എവിടെയാണ്? ഹലാൽ തേടുക, ഹലാലായ ഭക്ഷണം കഴിക്കുക. അതിലാണ് 9 ഇബാദത്തിൻ്റെ ഭാഗങ്ങളുള്ളത്. ഈ ഹദീസിനെ മർഫൂആയിട്ടും മൗഖൂഫായിട്ടും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൗഖൂഫും മർഫൂവൊക്കെ അറിഞ്ഞു വിചാരിക്കുന്നത് അല്ലാഹു. മർഫൂ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിനാണ് മർഫൂആയ ഹദീസ് എന്ന് പറയാം. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ സഹാബി പറഞ്ഞ ഹദീസിനാണ് മൗഖൂഫ് എന്ന് പറയുന്നത്, അതിൻ്റെ വ്യത്യാസം. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അസാബ മാലൻ മിൻ മഅ്സമിൻ ഫബസറ ബിഹി റഹിമൻ, ഒരാൾക്ക് സമ്പത്ത് കിട്ടി തെറ്റായ കാര്യങ്ങളിൽ നിന്ന്, കുറ്റകരമായ സംഗതി ചെയ്തുകൊണ്ട്, അത്തരം ജോലി ചെയ്തുകൊണ്ട്, അത്തരം അധ്വാനത്തിലൂടെ ഒരാൾക്ക് സമ്പത്തുണ്ടായി. അങ്ങനെ ഫബസല ബിഹി റഹ്മൻ, അതുകൊണ്ട് അവൻ കുടുംബാന്തം ചേർത്തു. ഔ തസദ്ദഖ ബിഹി, അതുകൊണ്ട് സ്വതക്ക ചെയ്തു. ഔ അൻഫഖഹു ഫീ സബീലില്ലാഹി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചിലവാക്കി. എന്തായാലും വേണ്ടില്ല, കുടുംബാന്തം ചേർക്കാനൊക്കെ ഭയങ്കര കുടുംബാന്തം ചേർക്കൽ, പൈസ അവൻ്റെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ട് സ്വതക്കയ്യെ മറ്റൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഫീ സബീലില്ലാഹിയിൽ അതുകൊണ്ട് ചിലവഴിച്ചു. എന്നാൽ ജമഅ അല്ലാഹു ലഹു ദാലിക ജമീഅൻ സുമ്മ ഖദഫഹു ഫിന്നാർ, അല്ലാഹു തആല ഇത് മുഴുവനായിട്ട് ഒരുമിച്ച് വിട്ടു. ഓൻ ചിലവാക്കിയ സദഖ ചെയ്തതും ഓൻ കുടുംബാന്തം ചേർത്തതും ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് ഒന്നായിട്ട് നരകത്ത് കടന്നു. സുമ്മ ഖദഫഹു ഫിന്നാർ, പിന്നെ അവനെ ഞാൻ നരകത്തിലേക്ക് അങ്ങോട്ട് അറിയും. ഓനെ ആവശ്യമല്ല, ഓൻ ഉണ്ടാക്കിയ മുതലും ആവശ്യമല്ല. ഈ ജാതി കുടുംബാന്തം ചേർക്കലും ഇങ്ങനത്തെ ദീനിയായ കാര്യങ്ങൾ ചെയ്യലും അതൊന്നും പഠിച്ചവന് ആവശ്യമല്ല. ഒന്നായിട്ട് കൂട്ടി നമ്മളല്ല കെട്ടിപ്പൂട്ടി വലിച്ചെറിയാന്നറിയില്ലേ എന്ന അവസ്ഥ. ഓൻ്റെ അമ്പലും ഓൻ്റെ എല്ലാം പാടെ കൂട്ടിയിട്ട് കെട്ടിപ്പൂത്തി ഒഴിവാക്കും. അത് അലിബാത്തു അഷ്റത്തു വജസായിൻ ഫതിസ്അത്തു മിന്നാ ഫി തലബിൽ ഹലാൽ. അല്ല സോറി, സ്ഥലം മാറിപ്പോയി. മുന്നസാബ മാലൻ മിൻ മഅ്സമിൻ, കുറ്റകരമായ കാര്യത്തിലൂടെ മുതലുണ്ടാക്കിയാൽ അതുകൊണ്ട് കുടുംബാന്തം ചേർത്ത് തസദ്ദഖ ബിഹി വഅൻഫഖഹു ഫീ സബീലില്ലാഹ് ജമഅ അല്ലാഹു ലഹു ദാലിക ജമീഅൻ സുമ്മ ഖദഫഹു ഫിന്നാർ, എല്ലാം ഒരുമിച്ച് കൂട്ടുകയും അവനെ നരകത്തിലേക്ക് എറിയുകയും ചെയ്യും. അതുപോലെ മറ്റൊരു റിവായത്ത് റുവിയ അന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ശരിബ ലബൻ, ഒരു പാല് കുടിച്ചു. മിൻ കസ്ബി അബ്ദിഹി, തൻ്റെ അടിമൻ്റെ ജോലിയിൽ നിന്ന്. അടിമ ജോലിക്ക് പോയി എന്തോ കിട്ടി,
അതുമായിട്ട് വന്നു. അതൊരു പാല് വാങ്ങി കുടിച്ചു എല്ലാവരും. സുമ്മ സാല അബദവ്, പിന്നെ അടിമനോട് ചോദിച്ചു, ഇതെന്ത് പണിയാണ് നിർത്തിയത്? അപ്പോൾ അടിമ പറഞ്ഞു, തക്കഹൻ തുലി കൗമിൻ ഫഅതൂനി, ഞാനൊരു കൗമിന് ജ്യോത്സ്യപ്പണി എടുത്തു കൊടുത്തു. ജ്യോത്സ്യന്മാരൊക്കെ അവിടെ നിരത്തി പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഞാനത് ചെയ്തു കൊടുത്തതാണ്, അപ്പോൾ ഓലിക്ക് തന്നതാണിത് എന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടാവും? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടിമ സമ്പാദിച്ചു കൊണ്ടുവന്നതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കുടിച്ചു പോയ പാൽ അടിമയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ കുറച്ച് ആൾക്കാർക്ക് എനിക്ക് കഹാനത്ത് കുറച്ചറിയും, ജ്യോത്സ്യപ്പണിയൊക്കെ അറിയും, അത് കൗമിനെടുത്തു കൊടുത്താണ്, ഓല് തന്നതാണ്. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫഅദ്ഖല ഇസ്ബഅഹു ഫീഹി, തൻ്റെ വിരലിനെ നേരെ തൊള്ളേക്ക് അങ്ങോട്ടിട്ടു, വായിലേക്കിട്ടു. വജഅല യഖീഉ, എന്നിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. പെരും ഛർദ്ദിക്കൽ, കൊല്ലേക്ക് കയ്യിട്ടിട്ട് ഇങ്ങോട്ട് മാന്തിയിട്ട് ഛർദ്ദിക്കന്നെ. കുറച്ച് പാൽ കുടിച്ചാൽ ആ പാല് ഹറാമായ സമ്പത്തിൽ നിന്ന് വാങ്ങിയ പാലാണ് എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ന്യായം ഉണ്ടാക്കുവിന്, നമ്മളായ എന്തുണ്ടാവും, അതിപ്പോൾ നമ്മൾ അറിഞ്ഞില്ലല്ലോ, അറിയാതെ കുടിച്ചാലേ, ഇനിയിപ്പോൾ ഇതിന് കുഴപ്പമൊന്നുമില്ല. ഈ ന്യായങ്ങൾക്കൊന്നും യഥാർത്ഥ വറയുള്ള സൂക്ഷ്മാലുക്കളായ വരുമാനത്തിടയ്ക്ക് ഒരു സ്ഥാനമില്ല. നേരെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് അങ്ങോട്ട് ഛർദ്ദിച്ചു. എത്രത്തോന്ന് ഹത്താദനന്തു അന്നഹു സതഖ്റുജു റൂഹുഹു, നിബിതങ്ങളെ റൂഹ് പോലും ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റൂഹ് പോലും ഇപ്പോൾ പോവും എന്ന് ഞാൻ പേടിക്കുന്ന അവസ്ഥയിൽ, അത്രത്തോളം പേടിക്കുന്നിടത്തേക്ക് എത്തി. ഒരു റാവി പറയാണ് സംഗതി. അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയ്യിട്ടിട്ട് അങ്ങോട്ട് ഛർദ്ദിക്കാൻ ഒരു നിയന്ത്രണവും ഇല്ലാതെ പെരും ഛർദ്ദി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ ദുന്യാവിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകുമോ എന്ന് പോലും ഞങ്ങൾ ഭയപ്പെട്ടു പോയി. എന്നിട്ട് പറയാണ്, ഫുള്ള് ഛർദ്ദിച്ചു എന്ന് ഉറപ്പാക്കിയതിൻ്റെ ശേഷം, അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅഅ്തദിറു ഇലൈക മിമ്മാ ഹമലത്തിൽ റൂഹുക വഖാലത്തുൽ ലമ്മാ, റബ്ബേ നിന്നോട് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, വഅഅ്തദിറു ഇലൈക നിന്നിലേക്ക് ഞാൻ കാരണം ബോധിപ്പിക്കുന്നു, മിമ്മാ ഹമലത്തിൽ റൂഹുക വഖാലത്തുൽ ലമ്മാ, ഞരമ്പുകൾ ചുമന്നതും കുടലുകളിലേക്ക് കൂടിക്കലർന്നതുമായ കാര്യങ്ങൾ. ഞാൻ ഈ പാല് കുടിച്ചു, എത്രയോ ഇടങ്ങേറായിട്ട് ഞാൻ ഛർദ്ദിച്ചു കളഞ്ഞു, എന്നാലും കുടിച്ചപ്പോഴേക്കും ഞരമ്പിൻ്റെ രക്തത്തിൻ്റെ ഭാഗമായതുണ്ടാകാം. എൻ്റെ കുടലുമായി കൂടിക്കിടന്ന കുടലിനുള്ളിലെത്തി ഇവിടെ കൈയിട്ടാണ് കിട്ടുമൊന്നുമില്ലല്ലോ, അങ്ങനെ ഛർദ്ദിക്കാൻ കഴിയില്ല. അങ്ങനത്തതൊക്കെ അതിനെ തൊട്ടൊക്കെ ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന പടച്ചോനെ എന്ന്. വഫിൽ ഖബർ, ഹദീസിലുണ്ട്, അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖ്ബറ ബിദാലിക, ഈ വിഷയം നബി തങ്ങളോട് പറയപ്പെട്ടു. ഇത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു അടിമ അധ്വാനിച്ചുകൊണ്ട് വന്ന പാലാങ്ങി കുടിച്ചിരുന്നു, അത് കൊടുക്കാന്ന് അന്വേഷിച്ചപ്പം ഇങ്ങനെയൊക്കെ കേട്ടു. അപ്പം മൂപ്പരിങ്ങനെ എന്ത് ചെയ്തു, കയ്യിലിട്ട് ഛർദ്ദിച്ച വിഷയമൊക്കെ നബി തങ്ങൾ ആരോ പറഞ്ഞു. അപ്പം നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ സിദ്ദീഖ് ഇലാ യദ്ഖുലു ജൗഫഹു, അവൻ്റെ ഉള്ളിലേക്ക് അവൻ പ്രവേശിപ്പിക്കുകയില്ല, ഇല്ലാ ത്വയ്യിബൻ, ത്വയ്യിബല്ലാതെ. എൻ്റെ സിദ്ദീഖ് പള്ളൻ്റെ ഉള്ളിലേക്ക്, വയറിൻ്റെ ഉള്ളിലേക്ക് ത്വയ്യിബല്ലാത്ത ഒന്നും പ്രവേശിപ്പിക്കാത്തവനാണെന്ന് സ്വഹാബത്തെ നിങ്ങൾക്കറിയില്ലേ? അത് നിങ്ങളുടെ ചോദ്യം അതായിരുന്നു. അപ്പോൾ എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്? അവമാ അലിംതും അന്ന സിദ്ദീഖ ലാ യദ്ഖുലു ജൗഫഹു ഇല്ലാ ത്വയ്യിബ. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത ഇംറിഇൻ, ഒരു മനുഷ്യൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. എങ്ങനത്തെ മനുഷ്യൻ? ഫീ ജൗഫിഹി ഹറാമൻ, അവൻ്റെ ഉള്ളിൽ ഹറാമുണ്ട്. വയറ്റിൻ്റെ ഉള്ളിൽ ഹറാമ് നിലനിൽക്കുമ്പോൾ ഒരു നിസ്കാരവും അള്ളാഹു കബൂൽ ചെയ്യുകയില്ല. വഖാല സഹൽ റളിയല്ലാഹു അൻഹു, സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അറാദ അൻ യുകാശിഫ ബി അഹ്വാലി സിദ്ദീഖീൻ, സിദ്ദീഖീങ്ങളുടെ അഹ്വാൽ ഒരാൾക്ക് ഇങ്ങനെ കാണണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ, ഫലാ യഅ്കുൽ ഇല്ലാ ഹലാലൻ ത്വയ്യിബൻ, അവൻ ത്വയ്യിബായ ഹലാലിനെ അല്ലാതെ ഭക്ഷിക്കരുത്. വലാ യഅ്മലു ഇല്ലാ ഫീ സുന്നത്തിൻ, സുന്നത്തായ കാര്യത്തിലല്ലാതെ അമൽ ചെയ്യരുത്. അല്ലെങ്കിൽ ലറൂറത്തിന് വേണ്ടിയായിരിക്കണം. ലറൂറത്തിന് വേണ്ടിയാകുമ്പോൾ പിന്നെ സുന്നത്തിന് എഴുതി ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അനിവാര്യ ഘട്ടമാണെങ്കിൽ വേറെ ഒന്നും അവന് ചെയ്യാനോട് മുമ്പ് നിവൃത്തിയില്ല. അതല്ലെങ്കിൽ സുന്നത്തനുസരിച്ച് അമൽ ചെയ്യുക. അപ്പോൾ സുന്നത്തനുസരിച്ച് മാത്രം അമൽ ചെയ്യുക, ഹലാലും ത്വയ്യിബും മാത്രം തിന്നുക. ഇതുണ്ടായാലാണ് സിദ്ദീഖീങ്ങളെ അഹ്വാൽ നമുക്ക് നോക്കിക്കാണാൻ തന്നെങ്കിലും കഴിയുകയുള്ളൂ. സിദ്ദീഖീങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥാനം സ്വർഗ്ഗത്തിൽ നിന്ന് കാണണമെങ്കിൽ, മറ്റേതൊരു അറിയും കൂടിയില്ല എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളത്, അതൊരു കാണുക തന്നെയെങ്കിലും ചെയ്യണമെങ്കിൽ, അഹ്വാൽ സിദ്ദീഖീങ്ങളെ നേരെ കാണുക എന്നതെങ്കിലും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെ ഹലാലല്ലാത്തത് ഭക്ഷിക്കരുത്, ഹലാൽ മാത്രം ഭക്ഷിക്കണം. അങ്ങനത്തെ മാത്രമേ സിദ്ദീഖീങ്ങളെ സാഹചര്യത്തിലേക്ക്, സിദ്ദീഖീങ്ങളെ ഒരു നിലവാരത്തിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് അവിടെ നിൽക്കാം. അടുത്തത് ഇന്നത്തെ ഫസലാണ്, അടുത്ത ക്ലാസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.